ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് രാവിലെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളാണ്. അതിനോട് ചോറും കറിയും കൂടെ വെച്ചേക്കാമെന്ന് കരുതി. ചോറ് വേകാറായിട്ടുണ്ട് കേട്ടോ. തീയലിട്ടിരിക്കുകയാണേ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചോറ് റെഡിയാകും കേട്ടോ. അധികം ഗ്യാസ് ചിലവാകുകയുമില്ല. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ചാൽ മതി. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി തിളപ്പിക്കണം. അങ്ങനെ 2 പ്രാവശ്യം തിളപ്പിച്ച് കഴിയുമ്പോൾ ചോറ് റെഡിയാകും കേട്ടോ. അധികം ഗ്യാസ് ചിലവാകുകയില്ല. നമ്മൾ അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് വേവിക്കുന്ന പോലെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ രാവിലെ പാവയ്ക്ക തോരൻ കറി വെച്ചു. പിന്നെ കുറച്ച് തുണ്ടമ്മീൻ ഉണ്ടായിരുന്നു, അത് വറുത്തു. ഇങ്ങനെ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള പണിയും കൂടെ തീർത്തു കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ. ഇത് ചീനിക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ്. ഇത് നമുക്കിന്ന് പുഴുങ്ങിയെടുക്കാം. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യമായിട്ട് ഈ ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നമുക്കൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട്. തൊലി കളയാതെ പുഴുങ്ങിയാൽ മതി. മണ്ണൊക്കെ ഉണ്ട്, അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചീനിക്കിഴങ്ങ് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഇതുപോലെ ഈ തുളയുള്ള പാത്രത്തിൽ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഈ പാത്രത്തിൽ വെച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ചീനിക്കിഴങ്ങ് 2 രീതിയിലും പുഴുങ്ങാം. വെള്ളത്തിലിട്ട് പുഴുങ്ങാം, ആവിയിലും പുഴുങ്ങാം. ആവിയിൽ പുഴുങ്ങുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. എല്ലാം ഒരേ വലിപ്പത്തിൽ മുറിച്ചിടണം. ചീനിക്കിഴങ്ങ് വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ്. അറ്റമെല്ലാം കണ്ടിച്ച് കളയണം. തൊലിപ്പുറത്ത് വലിയ കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തിക്കളയാതെ. എന്നിട്ട് തൊലി കളയാതെ തൊലിയോടെ പുഴുങ്ങിയാൽ മതി. അതാണ് ഇതിൻ്റെ രുചി. ഒന്നും കൂടി മുറിച്ചിടാം. ചീനിക്കിഴങ്ങെല്ലാം ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുത്തു. ഇനിയും ഇതുപോലൊരു ചെരുവ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. കുറച്ച് വെള്ളം മതി കേട്ടോ. ഗ്യാസിലല്ലേ വെക്കുന്നത്, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാട് വെള്ളം കലക്കാൻ ഒരുപാട് ഗ്യാസ് വേണം. അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അത് കഴിഞ്ഞ് തീ കത്തിച്ചത് തീയെ വെക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള കറി ഉണ്ടാക്കാം. മുളക് ചമ്മന്തി. കാന്താരി മുളകായിരുന്നു നല്ലത് കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ഇല്ലല്ലോ. മഴയായതുകൊണ്ട് കാന്താരിച്ചീനി എല്ലാം ഇല കൊഴിഞ്ഞ് ഒന്നത്തേലും കാന്താരി ഇല്ല പറിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പച്ചമുളക് അരയ്ക്കാം. ഇത് വാങ്ങിച്ച പച്ചമുളക് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ്. നിറച്ചും അരിയുണ്ട്. ഈ പച്ചമുളക് നമുക്ക് ഞെടുപ്പ് കളഞ്ഞിട്ട് എടുക്കാം. നല്ല എരിവുള്ള കാന്താരി മുളക് നല്ലപോലെ ഇച്ചിരി ചെറിയ ഉള്ളിയൊക്കെ വെച്ച് വെളുത്തുള്ളിയും വെച്ച് ഉപ്പും വെച്ച് അരച്ചെടുത്തിട്ട് കൂട്ടണം. നല്ല രുചിയാണ്, നല്ല സ്വാദാണ് ചീനിക്കിഴങ്ങിന്. ഇനിയും കുറച്ച് ചെറിയുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 വെളുത്തുള്ളിയും ഉണ്ടേ. ഇതുകൂടി നമുക്ക് അരച്ചെടുക്കാം. വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചേ. ഇനി നമുക്ക് ഈ ചീനിക്കിഴങ്ങ് പാത്രത്തിലിട്ട് വേവിക്കാം. ഇതുപോലൊരു പാത്രം കൊണ്ട് മൂടി വെക്കാം.
ഒട്ടും ആവി പോകാതെ ഇരിക്കട്ടെ. ആവി ഒട്ടും പുറത്തേക്ക് പോകാത്ത പോലെ മൂടി ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് വേവിക്കണം. അതിരുന്ന് വേകട്ടെ. ഒരു അരമണിക്കൂർ നേരം ഇരുന്നാൽ മതി. ഈ മുളകരച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയും മാറും. നല്ലതാണേ. ഈ പച്ചക്കാന്താരി ഇങ്ങനെ അരച്ചു കൂട്ടുന്നത് നല്ലതാണ്, ഒന്ന് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉള്ളി മൂപ്പിച്ചെടുക്കാം. തീയ വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചതേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ? എന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ മുളകിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് രുചി. ഉള്ളി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി മുളകരച്ച് വെച്ചിരിക്കുന്നോണ്ട് നല്ല ശബ്ദമല്ലേ. ഒരു കുറച്ച് സമയം നിന്ന് വെന്ത് ഇത്തിരി ചാറ് കൂടുതലുണ്ട്. ചാറ് വേണ്ടേ, പറ്റി വേണം. ചില നീരുന്ന് വേകട്ടെ. നമ്മുടെ ചീനിക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. ചീനിക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ആവി വെക്കുന്ന ചീനിക്കിഴങ്ങ് ഒരെണ്ണം എടുത്ത് നോക്കാം. വേണ്ട, നന്നായിട്ട് വെന്തു. തൊലി ഇങ്ങനെ പൊളിച്ച് കളയണം. വെന്ത് കഴിയുമ്പോൾ തൊലി നല്ലപോലെ പൊളിഞ്ഞു പോരുവേ. ചൂടാൻ നന്നായിട്ട് വെന്തു. കുറച്ച് മുളക് ചമ്മന്തി കൂടി എടുക്കാം. മുളക് ചമ്മന്തിയും കൂടെ എടുത്തിട്ട് ചീനിക്കിഴങ്ങ് ഇങ്ങനെ എടുത്ത് ചൂടാണ് കേട്ടോ. മുളക് ചമ്മന്തി മുക്കി അങ്ങനെ കഴിക്കണം. സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ, കഴിച്ചോ? എന്തായിരുന്നു എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.